അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയ ആ ചേട്ടൻ്റെ ജീപ്പിൽ തന്നെ പോകണം ട്രെക്കിങ്ങിനെന്ന്. ഇതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വരാനെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കുമ്പോൾ ആ ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. പുള്ളി നല്ല വഴിയിലൂടെ വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങളെ ഈ വഴി പറഞ്ഞു വിട്ടു. ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഞങ്ങളെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യിക്കാൻ വേണ്ടി പല വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നേ. അപ്പം ഞങ്ങൾ നിന്നിരുന്നത് ആമപ്പാറയിലാണേ. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും രാമക്കൽമേടിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ജീപ്പ് ഓടിക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പുള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അടിപൊളിയായിരുന്നു പുള്ളിയുടെ ജീപ്പിലുള്ള യാത്ര. അപ്പൊ രാമക്കൽമേട് എത്തിക്കഴിഞ്ഞത് ഇതിന്റെ അകത്തൂടെ നമ്മൾ ഇങ്ങനെ മേളിലേക്ക് കയറി ചെല്ലുമ്പം ഇതിന്റെ പുറത്തുനിന്ന് നമുക്കൊരു ജഡായുവിന്റെ ഒരു ഷേപ്പ് ആണേ. അതിന്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടില്ലേ? ജഡായുവിന്റെ ഒരു ഷേപ്പിലാണ് അതങ്ങ് പണിത് വെച്ചേക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ 2 ചേച്ചിമാര് നമ്മുടെ മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് പൈനാപ്പിളൊക്കെ അരിഞ്ഞ് ഉപ്പുമുളകൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ മാങ്ങ വാങ്ങിച്ച് അവിടുന്ന് കഴിച്ചു. പിന്നെ ഈ ഒരു 2 സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് നടന്ന് നോക്കുമ്പോൾ ഒരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. ആമ്പലാണോ താമരയാണോ? ഒരു കുളം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇടുക്കി സീരീസ് ഇന്ന് അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്.